ഉമ്മാക്ക് പെട്ടെന്നുണ്ടായ ഒരു പനിയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡിപ്രഷൻ ആവുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്. ഉമ്മാക്ക് മരുമകളെ കണ്ടുകൂടാ, അവളെ ഫുൾ ടൈം ചീത്തവിളിയാണ്. വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ വിധി എന്താണ്? ഉമ്മാക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, എങ്കിലും വേറെ പെൺമക്കളൊക്കെ ഉണ്ട്. വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഒന്നും പ്രതികരിക്കാറില്ല. ഉമ്മാൻ്റെ ഡിപ്രഷൻ്റെ കാരണം മരുമകളാണെന്ന് പൊതുവെ സംസാരവുമുണ്ട്. മക്കളെ നല്ല നിലക്ക് വളർത്താൻ അവർ പലപ്പോഴും എതിർ നിൽക്കുന്നതും ഭർത്താവിനെ നന്നായി നോക്കുന്നതുമാണ്. പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം മരുമകൾ വീട്ടിൽ മാറി താമസിക്കുന്നതിൽ തെറ്റുണ്ടോ? അവൾക്ക് ആവശ്യമില്ലാതെ എന്തിനാണ് അവളെ കഷ്ടപ്പെട്ടു നിൽക്കുന്നത് എന്നാണ് ചോദ്യം. അല്ല, ഇതിലെന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിന്റെ സത്യാവസ്ഥകൾ അറിയില്ല. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഈ ഉമ്മക്ക് ഇപ്പോൾ ഡിപ്രഷൻ ആയതുകൊണ്ട് എന്താണ് മനസ്സിൽ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമം മരുമകളെ കൊണ്ടാണെങ്കിൽ മരുമകൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനും താമസിക്കാനും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്തില്ല, ആ പരിഹാരം സ്വീകരിക്കുന്നതിന് എന്ത് തടസ്സമുള്ളത്? ഒരു തടസ്സമല്ല. കാരണം ഉമ്മന്റെ അസുഖം സുഖാവും ചെയ്യും, ഇവൾക്ക് സമാധാനമായിട്ട് ഒരു ഭാഗത്ത് പോയി താമസിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞത് വെച്ച് പറയാൻ കേട്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തില്ല, ഒരു പോണിനൊരു വിരോധമല്ല. പക്ഷെ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുക എന്താണ്, ഇങ്ങനത്തെ ഒരു ഉമ്മനെ നോക്കാൻ ഇനി ആരാ വരിക? ഇങ്ങനത്തെ ഒരു ഉമ്മനെ നോക്കാൻ ആര് വരും? അപ്പം അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകണം എന്ന് തന്നെ ആയിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. കാരണം പൊതുവേ ഇനി ഇതിനൊരു പരിഹാരം ഇവിടെ തന്നെയാണെന്ന നിലക്കാണ് നിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവൾ പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭർത്താക്കന്മാർ ഉണ്ടാകുമ്പോൾ പിന്നെ അവരൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ വേറൊരു പരിഹാരം ഇല്ല. കാരണം അവരെ ഓവർടേക്ക് ചെയ്ത് എന്ത് പരിഹാരം ഉണ്ടാക്കുക? ഇപ്പോൾ ഇവൾ സ്വന്തം തീരുമാനിക്കണം, ഞാൻ അവിടെ നിൽക്കില്ല പോകാന്ന് വിചാരിച്ചാൽ എന്താണ്, ഇവിടെ നിൽക്കാത്തവളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവളെ ഭാവി എന്ത് ചെയ്തു? ചുരുങ്ങി. ഇനി ഈ ഉമ്മനെ കൊണ്ട് എനിക്ക് ഇടങ്ങാറാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? അതിനും അയാൾ പറയും, എൻ്റെ ഉമ്മനെ കൊണ്ട് നിനക്ക് എന്താ ബുദ്ധിമുട്ടാണോ ഇടങ്ങാറാണോ എന്ന് ചോദിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ ഭർത്താവിന് മാത്രമേ ഉള്ളൂ. ഈ ഭർത്താക്കന്മാർ ഉത്തരവാദിത്തമില്ലാതിരിക്കുമ്പോഴും അവർ നിഷ്ക്രിയമായി നിൽക്കുമ്പോഴാണ് എന്തിന് ഈ പെണ്ണുങ്ങൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തേ ഉള്ളൂ, ഇവളെ കൊണ്ടാണ് ഉമ്മക്ക് ഡിപ്രഷൻ എങ്കിൽ അവളെ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. ഇവൾക്ക് ഇവിടുന്ന് പുറത്തു പോയി നിൽക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, ഇമ്മനെ നോക്കാൻ എന്തെങ്കിലും ഏർപ്പാടുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ കാര്യം.